Hi, Makale. Upon the Tring Kalam, Aveshu Katrina, transfer my Bandapata Muju details from the government press. Digger Nirabanda Winding Arnic and a Pradana Kari video discussing the video Adimu Lausan Verakana, Nirabanda Winding transfer Chian de Shigana, the friends and Vegan at the Vegan video share Pradana by Sadikan Garium. On supplementary allotment in Shesha, merit vacancy or Malapram Kasargod Jilila, Digamaya, Noti Mupati, Talkaliga, Batchugal, seated chair to the vacancy school combination transfer allotment in July 18 പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് 138 അധിക ബാച്ചുകൾ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 138 അധിക ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ട്രാൻസ്ഫർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതൊക്കെയാണ് ഈ 138 അധിക ബാച്ച്. ആ അധിക ബാച്ച് ഏതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എച്ച് ക്യാപ്പിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് നിങ്ങൾക്ക് അതിന്റെ ഒരു 138 138 അധിക ബാച്ച് എന്നുള്ളൊരു PDF വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ മലപ്പുറത്തും കാസർഗോഡുമാണ് അധിക സ്കൂൾ ബാച്ച് ഉള്ളത്. ആ സ്കൂൾ ബാച്ച് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് നോക്കുക. ആ സ്കൂളിലേക്ക് നിങ്ങൾക്ക് അറിയാം ട്രാൻസ്ഫറിന് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം സയൻസ് അവൈലബിൾ അല്ല, കൊമേഴ്സും ഹ്യൂമാനിറ്റീസുമാണ് അധിക ബാച്ചിൽ വന്നിട്ടുള്ളത്. ഇനി ഇതുവരെ ഏകജാലക സംവിധാനത്തിൽ മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. പ്രവേശനം നേടിയ ജില്ലയ്ക്ക് സ്കൂൾ മാറ്റത്തിനോ കോമ്പിനേഷൻ മാറ്റത്തിനോ സ്കൂൾ മാറ്റത്തിനോ സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലോ കാൻഡിഡേറ്റ് ലോഗിനിലെ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നേരെ ചെസ്കാപ്പ് കയറുന്നു, ലെഫ്റ്റ് സൈഡിൽ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ഉണ്ട്. അതായത് നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കാണും. ഈ ഓപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ മാറാൻ ആഗ്രഹിക്കുന്നത് ആ സ്കൂളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ട്രാൻസ്ഫർ കൊടുക്കാം. ഇനി പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ സ്കൂളിലാണ് സീറ്റ് അവൈലബിൾ അതും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി കാണാൻ വേണ്ടി സാധിക്കും. ഏത് സ്കൂൾ വേക്കൻസി അവൈലബിൾ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ജില്ലയിൽ അവൈലബിൾ ആയ മുഴുവൻ സ്കൂളുകളും ഏത് കോഴ്സാണ് അവിടെ അവൈലബിൾ ഉള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കും കാണാൻ വേണ്ടി സാധിക്കും. ഇനി വിവിധ അലോട്ട്മെന്റിൽ ഒന്നാം ഓപ്ഷന് പ്രവേശനം. ഇനി നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർക്കൊക്കെയാണ് ഈ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാത്തത്. എല്ലാവർക്കും ട്രാൻസ്ഫർ കൊടുക്കാൻ കഴിയില്ല. ആർക്കാ നോക്കി നിങ്ങൾ വിവിധ അലോട്ട്മെന്റിൽ ഒന്നാം ഓപ്ഷനിൽ പ്രവേശനം നേടിയവർ, അതേപോലെ വിഭിന്ന ശേഷി വിഭാഗത്തിലൂടെയുള്ള അപേക്ഷകർ, അധിക സീറ്റ് സൃഷ്ടിച്ച് അലോട്ട്മെന്റ് അനുവദിച്ചുള്ളതിനാൽ എന്നീ വിഭാഗത്തിലെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. മറ്റു കോട്ടകൾ സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട പ്രവേശനം നേടിയവരും സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അപേക്ഷിക്കാൻ അർഹരല്ല. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയവർക്ക് നടക്കില്ല. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട കഴിയില്ല, കമ്മ്യൂണിറ്റി കോട്ട കഴിയില്ല, മാനേജ്മെന്റ് കോട്ട, അൺഎയ്ഡഡ് കോട്ട ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയത്തില്ല. പ്രധാനപ്പെട്ട കാര്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയ സ്കൂൾ തന്നെ, ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ തന്നെ കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റൊരു കോമ്പിനേഷനിലേക്കോ മറ്റൊരു സ്കൂളിലെ അതേ കോമ്പിനേഷനിലോ, അതായത് നിങ്ങളിപ്പോൾ സ്കൂളിൽ കിട്ടിയത് നിങ്ങൾക്കിപ്പോൾ കൊമേഴ്സ് ആണ്, ആ സ്കൂളിൽ കൊമേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് സയൻസിലേക്ക് മാറാം. അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മാറാൻ വേണ്ടി സാധിക്കും. അതിൽ മാറ്റം ആവശ്യപ്പെടുന്ന സ്കൂളോ കോമ്പിനേഷനോ വിദ്യാർത്ഥി ആദ്യം സമർപ്പിച്ച അപേക്ഷയിൽ ഓപ്ഷനായി ആവശ്യപ്പെട്ടിരിക്കണമെന്നില്ല. ഒന്നിലധികം സ്കൂളിലേക്കും കോമ്പിനേഷനുകൾക്കും മാറ്റത്തിനായി ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. മുൻഗണനാ ക്രമത്തിലാണ് ഓപ്ഷൻ നൽകേണ്ടത്. അതായത് ഈ പറഞ്ഞ കുട്ടികളല്ല കേട്ടോ, ബാക്കി സെക്കൻഡ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ ബാക്കി ഇതിലേക്ക് കിട്ടിയ ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ഓപ്ഷനെ കിട്ടിയ സ്കൂളുകൾ നിങ്ങൾ ആഗ്രഹിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും, അതായത് ഒഴിവുകൾ എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്കൂളിൽ മാറ്റം ലഭിച്ച വിദ്യാർത്ഥി നിർബന്ധമായും പുതിയ സ്കൂളിൽ മാറണം. പിന്നെ അവിടെ നിന്ന് ഈ സ്കൂളിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. ആ സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായും എന്ത് ചെയ്യണം നിങ്ങൾ കോരണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, അതായത് ഞാനൊരു സ്കൂൾ സെർച്ച് ചെയ്യണം. കോഴിക്കോട് എനിക്ക് ഇഷ്ടമുള്ള സ്കൂളിന്റെ പേര് ABC ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണെന്ന് വിചാരിക്കും. ഓക്കെ, പക്ഷെ അവിടെ നോക്കുമ്പോൾ അവിടെ സീറ്റ് ഒഴിവൊന്നുമില്ല, ഒരു സീറ്റ് ഒഴിവില്ല. പക്ഷെ നിങ്ങൾക്ക് അവിടെയും അപേക്ഷിക്കാം. അതായത് ചിലപ്പോൾ അവിടുത്തെ ഒരു കുട്ടി വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുകയാണെങ്കിൽ അവിടെ സീറ്റ് അവൈലബിലിറ്റി വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ആ പരിഗണന പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ സീറ്റ് നിങ്ങൾക്ക് കിട്ടും. അവർ ഏതെങ്കിലും ഒരു കുട്ടി പോവുകയാണെങ്കിൽ അവിടെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളാണെങ്കിലും നിങ്ങൾക്ക് അവിടെ അപേക്ഷിച്ചിടാം. ഓക്കെ, നിങ്ങളുടെ ഒരു ഓപ്ഷൻ പ്രകാരം നിങ്ങൾക്ക് അവിടേക്ക് എന്ത് ചെയ്യാം. ഓക്കെ, നോക്കൂ, നിലവിൽ ഒഴിവുകളില്ലെങ്കിലും അപേക്ഷ നൽകാവുന്നതാണ്. പ്രസ്തുത സ്കൂളിൽ നിന്നും ഏതെങ്കിലും വിദ്യാർത്ഥി സ്കൂൾ മാറ്റത്തിലൂടെ പോകുന്ന ഒഴിവ് വന്നാൽ ആ ഒഴിവിലേക്ക് മുകളിൽ സൂചിപ്പിച്ച അപേക്ഷ പരിഗണിക്കുന്നതാണ്. അപ്പോൾ സ്കൂളിൽ കുട്ടികൾ ഒഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളാണെങ്കിൽ അവിടേക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാവുന്നതാണ്. ഇനി കാൻഡിഡേറ്റ് ലോഗിൽ അപ്ലൈ ഫോർ സ്കൂൾ ഒരു കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ത് ചെയ്യാം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദൃശ്യമാവുന്ന ഓപ്ഷനുകൾ ചേർക്കാനുള്ള ബോക്സിൽ വിദ്യാർത്ഥി മാറ്റത്തിനായി ഉദ്ദേശിക്കുന്ന സ്കൂളുകളും കോമ്പിനേഷനും മുൻഗണനാ ക്രമത്തിൽ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യും. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ ഓപ്പൺ വേക്കൻസി വിവരങ്ങൾ 2024 ജൂലൈ 17 പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓക്കെ, അത് ജൂലൈ 17 ഓൾറെഡി ആ സാധനം ചെയ്തിട്ടുണ്ട്, വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ട്രാൻസ്ഫർ അപേക്ഷകൾ കാൻഡിഡേറ്റ് ലോഗിലൂടെ 2024 ജൂലൈ 17 മുതൽ ജൂലൈ 19 ഓക്കെ
2 ദിവസമാണ്, ജൂലൈ 17, 18, 19 വരെയാണ് നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫർ കൊടുക്കാനുള്ള അവസാന സമയം. ഇനി പല കുട്ടികളും സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടോ എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സപ്ലിമെന്റ് അലോട്ട്മെന്റ് വരുന്നുണ്ട്. സെക്കൻഡ് സപ്ലിമെന്റ് അലോട്ട്മെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുട്ടികൾ പോയതിനു ശേഷം ബാക്കി വരുന്ന സീറ്റിലേക്ക് എന്ത് നടത്തും, സെക്കൻഡറി അലോട്ട്മെന്റ് വരുന്നുണ്ട്. സോ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ജൂലൈ 22 ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് ബാക്കി എത്ര സീറ്റുകൾ വന്നു, ഇനി എത്ര സീറ്റ് ഉണ്ട്, ആ ബാക്കിയുള്ള സീറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ പറയപ്പെടുന്ന സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു. എന്താണ്, ആർക്കൊക്കെ 130 ബാച്ച് ഉണ്ട്, ആ ബാച്ചിലേക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് വേണ്ടി കൊടുക്കാം, ആ സ്കൂളിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് കൊടുക്കാൻ പറ്റാത്തത്, ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ലിസ്റ്റിൽ ആദ്യ ഓപ്ഷൻ കിട്ടിയ കുട്ടിക്ക് നടക്കൂല. അതുപോലെ തന്നെ മെറിറ്റ് സീറ്റ് അല്ലാതെ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, സ്പോർട്സ് കോഡ്, അതിലും അവർക്കൊന്നും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികൾക്ക് ഏത് സ്കൂളിലേക്ക് ആണെങ്കിലും ഒഴിവനുസരിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും, എത്ര സ്കൂളുകൾ നിങ്ങളുടെ മുൻഗണനാക്രമം പ്രകാരം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും സ്കൂളിൽ കിട്ടിയാൽ പിന്നെ വേറൊരു ചേഞ്ചില്ല, ആ സ്കൂൾ നിർബന്ധമായി നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. ഓക്കെ, ജൂലൈ 19 വരെയാണ് അവസാന ഡേറ്റ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ നോക്കി വെക്കുക. എന്തെങ്കിലും സംശയം, നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് നമ്പർ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ താഴെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡൗട്ട് ചോദിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി തെറ്റുകളും കാര്യങ്ങളൊന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ, നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിലൊക്കെ കിട്ടട്ടെ. അപ്പോൾ മക്കളെല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഷറാഗ.